105 സങ്കീർത്തനം 11 മുതൽ 20 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. നിന്റെ അവകാശത്തിന് ഓഹരിയായി കനാൻ ദേശം ഞാൻ നിനക്ക് തരുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അവർ എണ്ണത്തിൽ ചുരുക്കമായിരുന്നു. അതെ, ഏറ്റവും ചുരുങ്ങിയവരും പരദേശികളുമായിരുന്നു. അവർ ഒരു ജനത്തിൽ നിന്ന് മറ്റൊരു ജനത്തിലേക്കും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കും നടന്നുകൊണ്ടിരുന്നു. അവരെ ഞെരുക്കുവാൻ താൻ ഒരുവനെയും സമ്മതിച്ചില്ല. താൻ അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുതെന്നും എൻ്റെ ദീർഘദർശിമാരോട് തിന്മ ചെയ്യരുതെന്നും കൽപ്പിച്ചു. പിന്നെ താൻ ദേശത്ത് ക്ഷാമം വരുത്തി ഗോതമ്പിൻ്റെ തണ്ടിനെ അശേഷം തകർത്തു. താൻ അവർക്ക് മുമ്പേ ഒരു മനുഷ്യനെ അയച്ചു, ആയത് അടിമയായി വിൽക്കപ്പെട്ട യൗസേപ്പിനെ തന്നെ. അവൻ്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, അവനെ ഇരുമ്പ് കൂട്ടിലിട്ടു. കർത്താവിൻ്റെ വചനം സ്ഥിരപ്പെട്ടതുവരെയും തൻ്റെ അരുളപ്പാട് അവനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, അവനെ തൻ്റെ ജനത്തിന്മേൽ അധികാരിയാക്കി. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.